എല്ലാവർക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ വിധത്തിലുള്ള ആകർഷണം ഉണ്ടാകുന്നതിനും ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതിനും അതിന് നമ്മൾ വശ്യം എന്നൊക്കെ ആൾക്കാർ സാധാരണഗതി പറയാറുണ്ട്. വശീകരണം എന്നുള്ള രീതിയല്ല അതിൻ്റെ ഉദ്ദേശം. വശ്യശക്തി, മറ്റുള്ളവരുടെ ആകർഷണം തന്നിലേക്ക് ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒരു ഗുണം ഉണ്ടാവുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങിയാൽ ചിലർക്ക് കണ്ടാൽ നല്ല ആളുകൾ കയറും. നമ്മൾ തൊട്ടടുത്ത് തന്നെ നല്ല സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാവും, അവർ ചെയ്തിരിക്കുന്ന പോലുള്ള എല്ലാ കാര്യവും ഉണ്ടാവും, പക്ഷേ നമുക്ക് വിജയം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എന്നെ വിളിക്കാറുണ്ട്. നമ്മുടെ ചാനലിന് ഒരു റീച്ചും കിട്ടുന്നില്ല, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ആരും വലുതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ പാട്ട് പാടുന്ന ആളുകൾ, കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വിഷയം, ആ വിഷയത്തെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നതിനും എല്ലാ വിധത്തിലുള്ള വശ്യശക്തി ഉണ്ടാകുന്നതിനും എല്ലാവരുടെയും ബഹുമാനം ഉണ്ടാകുന്നതിനും കലാരംഗത്തും കായിക രംഗത്തും സിനിമാ മേഖലയിലും പാട്ട്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണ്ട എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള സുഹൃത്തുക്കൾക്കും തന്നിലേക്കൊരു ആകർഷണ ശക്തി മറ്റുള്ളവരുടെ ഉണ്ടാകുന്നതിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു 2-3 മന്ത്രം ആണ് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ഇത് വേദഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി പറയുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നുണ്ട് വേദ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ആകർഷണ ശക്തി, മറ്റുള്ളവരുടെ ആകർഷണ ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കാലഘട്ടം മാറിയാൽ പോലും അതിനെല്ലാം ഏത് കാലത്തിനും ഒരു വിലയുണ്ടാകും. അതുകൂടാതെ ധനതടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, നമുക്കാരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അത് കിട്ടുക, അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ ചേർന്ന് വരിക, വീട്ടിൽ സ്ഥിരമായിട്ട് കലഹങ്ങളുണ്ടെങ്കിൽ അത് മാറുക, നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ത്രീയെ അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടന്നു വരിക, അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വേണ്ട സർവ്വകാര്യ വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മന്ത്രമാണ് ഇത്. ഭക്തി പുരസരം ഉപയോഗിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യുകയും ചെയ്യാം. ഭക്തി പുരസരം അതിന് ഇത്ര ഒരു ജപിക്കണം എന്നൊക്കെയുള്ള ഒരു നിയമവശങ്ങൾ ഒക്കെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. ചില മന്ത്രങ്ങൾക്ക് ഇത്ര ഒരു ജപിച്ചാലേ അതിന് ശക്തി കിട്ടത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത് അതീവമായിട്ടുള്ള ഗുണഫലങ്ങളുണ്ടാകുന്ന അതിവിശേഷപ്പെട്ടതുമായ ഒരു ദേവീമന്ത്രമാണ്. ഇത് സ്ഥിരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തിയും വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് സത്യസന്ധമായിട്ടും വിശ്വാസപരമായിട്ടും ഇത് കൃത്യമായിട്ടും ഭക്തിപുരസ്സരവും നമ്മൾ സ്ഥിരമായിട്ട് ഇത് തന്നെ ജപിക്കണം. ആദ്യമായിട്ട് നമുക്ക് ഒരു മന്ത്രം പറയുമ്പോൾ ഗണപതിയുടെ ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിക്കുക സ്ഥിരമായിട്ട്. ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനമേ വശമാനയ. ഈ മന്ത്രം നമ്മൾ ഹോമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ ആ മന്ത്രം ജപിക്കാറുണ്ട്. അപ്പോൾ ഗണപതിയുടെ മന്ത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് സ്വയംവര പാർവതി മന്ത്രം എന്ന് പറയും. അപ്പോൾ ഈ പാർവതി മന്ത്രം സ്വയംവരം എന്ന് പറയുമ്പോഴും ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഗ്രന്ഥങ്ങളിൽ അതല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ശക്തികളെയും ആകർഷിക്കാൻ കഴിവായിട്ടുള്ള ജഗദംബയുടെ ആ മന്ത്രം നിങ്ങൾ ചൊല്ലിയാലോ അല്ലെങ്കിൽ ആ മന്ത്രം ഉപയോഗിച്ച് പൂജകൾ ചെയ്താലോ പെട്ടെന്ന് ശക്തി ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് അത്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗവശങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയാകർഷയ. അത് ഹോമത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഹ എന്നുകൂടെ ചേർക്കും. അപ്പോൾ ഈ മന്ത്രത്തിൽ മമ വശം എന്ന് ഋഷീശ്വരന്മാർ അതിൽ ചേർത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മമ എന്ന് വെച്ചാൽ എൻ്റെ, അപ്പോൾ ഞാൻ ചൊല്ലുന്ന ആളിൻ്റെ. അപ്പോൾ പൂജാരി മമ വശം എന്ന് പറഞ്ഞാലും പൂജാരി ആർക്ക് വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള വശം, അവരിലേക്ക് ആ മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ടായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും നടന്നു വരണം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ശക്തി മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരു ദേവീമന്ത്രമുണ്ട്. അടുത്തത് ഓം ആം ഹ്രീം ക്രോം
എഹി എഹി പരമേശ്വരി സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. അതും പാർവതി ദേവിയുടെ മന്ത്രമാണ്. അപ്പോൾ ഇത് അശ്വാരൂഢ മന്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ദാമ്പത്യ കലഹ മോചനത്തിനും ഋണമോചനത്തിനും എല്ലാം നമുക്ക് ജപിക്കാവുന്നതോ അല്ലെങ്കിൽ അർച്ചനയായിട്ട് നടത്തുന്നതോ, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഈ പറഞ്ഞ 3 മന്ത്രവും. ഗണപതി മന്ത്രവും 2 പാർവതി മന്ത്രവുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ഓർത്തിരിക്കാനും ജപിക്കാനും വളരെ എളുപ്പമാണ്. നമുക്കത് എഴുതി നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ കൊണ്ടു നടക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ശക്തിയും ആകർഷിക്കപ്പെടുന്നതിനുള്ള ഒരു മന്ത്രമാണ്. ഈ മന്ത്രം കൃത്യമായിട്ടും ഭക്തിയോടുകൂടിയും സ്ഥിരമായി ജപിച്ചാൽ ഒരു 10,008 ഒരു മന്ത്രശക്തി വരുത്തണമെന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അത്രയും ജപിക്കാൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ജപിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ കൃത്യമായ കാര്യങ്ങളൂടെ ചെയ്തിട്ട് വേണമല്ലോ മന്ത്രം ജപിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 36 എണ്ണമെങ്കിലും ജപിക്കുക. അതിൽ കുറഞ്ഞ് വേണമെങ്കിൽ 8 എണ്ണം വീതം ജപിക്കാം, 11 എണ്ണം ജപിക്കാം, അങ്ങനെ ജപിക്കാം. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രാവിലെ കൊണ്ടോ വൈകിട്ട് കൊണ്ടോ ജപിക്കാം. രാവിലെ ജപിച്ചിട്ട് രാവിലെ വേണമെങ്കിൽ അത് നിർത്തി വെച്ചിട്ട് വൈകിട്ട് ജപിക്കാം. ഒരു നേരം മാത്രമായിട്ട് വേണമെങ്കിൽ ജപിക്കാം. അങ്ങനെ എങ്ങനെയായാലും സൗകര്യപ്രദമായിട്ട് ചെയ്യുക. 10,008 ഒരു ഈ മന്ത്രം ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിച്ച് ശക്തി വരുത്തുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നടന്നു വരും. തുടങ്ങുമ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം റെഡിയായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.